الحمد لله الواحد القهار غافر الذنب وكابل التوب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയോടും ഈമാനോടും കൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു തഖ്വയോടുകൂടി ജീവിക്കുവാനും മരണസമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിങ്ങൾ എന്ന നിലയിൽ ലോകത്ത് ഇന്ന് മുസ്ലിം ലോകം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. വിശ്വാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഐക്യം ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്നത്, എല്ലാ കാലത്തും കാണുന്നത്, വിവിധ കക്ഷികളായിട്ട് മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോകുന്ന അവസ്ഥയാണ്. കാലം കൂടുന്തോറും അത് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, ഈ ഉമ്മത്ത് ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ ഉമ്മത്താണ്. ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്റൻ, അവര് വിവിധ കക്ഷികളായിട്ട് വേർതിരിഞ്ഞു പോവുകയും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ കക്ഷികളും അവരുടെ അടുക്കലുള്ളതിനെക്കുറിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഭാഗം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങളുള്ള വ്യാഖ്യാനങ്ങളിലും ശാഖാപരമായ വിഷയങ്ങളിലുമുള്ള അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ, മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ചില ഗ്രൂപ്പുകൾ, ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ഒരു ചരിത്രം വിശ്വാസികൾ എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി എന്നത് പഠിച്ചു വെക്കുന്നത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ സംഘങ്ങൾ, അതിൻ്റെയൊക്കെ ഉറവിടം എവിടെന്നാണ് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഒരു യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുവാനും ഇസ്ലാമിക സ്വഭാവം നിലനിർത്തുവാനും നമുക്ക് ഒരു ചരിത്രബോധം അനിവാര്യമാണ്. ഇസ്ലാമിനോടുള്ള ശത്രുത മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ
ഇസ്ലാമിനെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ലോകത്ത് വ്യാപകമായി നടന്നിട്ടുണ്ട്. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നേർക്ക് നേരെ ഇസ്ലാമിനെ തകർക്കുവാനുള്ള കായികമായി, അതുപോലെ തന്നെ നേർക്ക് നേരെ തകർക്കുവാനുള്ള ശ്രമമാണ്. അത് വളരെ ആത്മാർത്ഥമായ ശ്രമവുമായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിനെ വെറുത്തിരുന്നു, ഇസ്ലാമിനെ അവർ ശത്രുവായി കണ്ടിരുന്നു. അതിന് കാരണം അവർ ആത്മാർത്ഥമായും വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ ഈ ഉൾക്കൊള്ളുന്ന മതം, ഞങ്ങൾ ഈ ഉൾക്കൊള്ളുന്ന ആശയം അതാണ് ശരി, അതോടൊപ്പം ഇതിനെ നശിപ്പിക്കൽ അത്യാവശ്യമാണ് എന്ന് കൃത്യമായ ആത്മാർത്ഥമായ ബോധത്തോടുകൂടിയാണ് അവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലായപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു സമീപനവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ ചരിത്രപരമായ, അതുപോലെ തന്നെ വംശീയമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുവാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് മദീനയിൽ ഉണ്ടായിട്ടുള്ള ജൂത സമൂഹത്തിൽ നിന്നാണ് ആ ശ്രമം തുടക്കം കുറിച്ചത്. ആദ്യ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായികമായും നേർക്കുനേരെയും നശിപ്പിക്കുവാനുള്ള ശ്രമം, അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ബനു നദീർ, ബനു കൈനുക്കാ, ബനുൽ മുസ്തലഖ് തുടങ്ങിയ ഗോത്രങ്ങൾ ഇസ്ലാമിന് നേരെ ഒരുപാട് യുദ്ധങ്ങൾ അവർ നയിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട്, വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നബിയുടെ തലയിലേക്ക് പാറക്കല്ല് ഉരുട്ടിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ ജൂതന്മാർ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ. എന്നാൽ അഹ്സാബ് യുദ്ധത്തിന്റെ ശേഷം മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി മക്കയിലെ ഖുറൈശികളും മദീനയിലെ ജൂതന്മാരും എല്ലാം കൂടി ഗൂഢാലോചന നടത്തിയ ഒരു യുദ്ധമായിരുന്നു അഹ്സാബ് യുദ്ധം. ഈ അഹ്സാബ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ശത്രുക്കൾ പരിപൂർണമായും പരാജയപ്പെടുകയും ഈ ജൂത ഗോത്രങ്ങളിൽ പലതിനെയും മദീനയിൽ നിന്നും പുറത്താക്കിയതിന്റെ ശേഷമുള്ള ചരിത്രത്തിൽ എവിടെയും ജൂതന്മാർ നേർക്ക് നേരെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വംശീയമായിട്ട് തന്നെ ഇസ്ലാമിനോട് കടുത്ത വിരോധം നിലനിൽക്കുന്ന ഈ ജൂത സമൂഹത്തിന്, ഇത് ജൂതൻ വേറെയാണ്, ജൂതായിസം വേറെയാണ്. ജൂതന്മാരിൽ നല്ല ആളുകളുണ്ട്. ജൂതന്മാരിൽ ഇസ്ലാം മതം സ്വീകരിച്ച അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലെയുള്ള ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യന്മാരുണ്ട്. ഇസ്ലാമിനോട് മൃദുല സമീപനം സ്വീകരിച്ച ജൂതന്മാരായ ആളുകളുണ്ട്. പക്ഷേ ഞാൻ ഈ സൂചിപ്പിക്കുന്ന ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യം വെച്ചതിന് ഒരു ചരിത്രപരമായ ഒരു കാരണമുണ്ട്. ജൂത സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. അവരുടെ ഒരു വാദം, നഹ്നു അബ്നാഇല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. സൂറത്ത് ജുമഅയിലെ ഒരു വാചകമുണ്ട്, വിശുദ്ധ ഖുർആൻ പറയുന്ന, ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി ഫതമന്നൗൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. ഇവർ പറയുന്നത്, അതുകൊണ്ടാണ് ലോകത്ത് ജൂതമതം എന്ന് പറയുന്നത് പ്രചരിപ്പിക്കാറില്ല. ക്രിസ്തുമതം പ്രൊപ്പഗേഷൻ നടക്കാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. ഇസ്ലാം മതം പ്രചരിപ്പിക്കാറുണ്ട്, ബുദ്ധമതം പ്രചരിപ്പിക്കാറുണ്ട്, ഹിന്ദുമതം പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജൂതനാകണം എന്ന് വിചാരിച്ചാൽ ജൂതമതത്തിലേക്ക് പുതിയ ഒരു ആളെ ചേർക്കുകയില്ല. പരമ്പരാഗതമായ ജൂതന്മാര് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവർ വിശ്വസിച്ചു പോകുന്നത്, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും ഉത്തമന്മാർ, ഞങ്ങൾ ഔലിയാക്കളാണ്, ഞങ്ങൾ സ്വർഗത്തിലാണ്, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന വിശ്വാസമുള്ള ഒരു സമൂഹം. ഇവരുടെ ഒരു കിതാബില്, തൗറാത്തിൽ ഒരു വാചകമുണ്ട്. മക്കയിൽ ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ ലോകത്തെ ജയിച്ചടക്കുമെന്നത് ജൂതന്മാരുടെ കയ്യിലുള്ള തൗറാത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജൂത സമൂഹം മറ്റുള്ളവരുമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോ, തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ വന്നാൽ നിങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തും. ഇതിനൊരു കാരണമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കൾ
ഇസ്മായിൽ അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇതാണ് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്ന ആളുകൾ. ഇവരിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശേഷം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും വന്നത് ഈ തലമുറയിൽ നിന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകനും ഇല്ല. അതുകൊണ്ട് തന്നെ ജൂതന്മാർ സ്വാഭാവികമായും വിശ്വസിച്ചത് പ്രവാചകൻ വരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാകും. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് ആകുന്നു. ഇതുകൊണ്ട് തന്നെ കടുത്ത വിദ്വേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വെച്ചു പുലർത്തിയിട്ടുണ്ട്. ഈ കായികമായി നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചതിയിലൂടെ, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഉള്ളിൽ കടന്നുകൂടിയിട്ട് അവരെ പരാജയപ്പെടുത്താൻ, നശിപ്പിക്കുവാനുള്ള ശ്രമം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഈ ഹന്തക്ക് യുദ്ധത്തിന്റെ ശേഷമാണ് കഅബുൽ അഖ്ബാറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നത്. ഈ ആളുകൾ കൂടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കുന്നത്, ഇതൊരു പ്രത്യേകത. ഇസ്ലാമിലേക്ക് ഇവർ കടന്നു വന്നിട്ട് ഏറ്റവും വലിയ ഭക്തന്മാരായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഭക്തന്മാരുടെ രൂപത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഏറ്റവും നല്ല നിസ്കാരക്കാർ, ഏറ്റവും നല്ല വേഷമുള്ളവർ, വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചു. അവരുടെ വാക്കുകൾ കേട്ടാൽ, അവരുടെ തുഅജിബുക അജ്സാമുഹും, അവരുടെ രൂപം കണ്ടാൽ നിന്നെ അത്ഭുതപ്പെടുത്തും, നിന്നെ ആകർഷിക്കും. അവർ സംസാരിച്ചാൽ ആ സംസാരത്തിലേക്ക് എല്ലാവരും ഒഴുകിപ്പോകും. അങ്ങനെയുള്ള ഭക്തന്മാരുടെ രൂപത്തിലാണ് ഇവർ രംഗത്ത് വന്നത്. എന്നിട്ട് ഒരിക്കലും ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ കുറ്റം പറയാനോ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന വാക്കുകളോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല പരസ്യമായിട്ട്. മറിച്ച് ഭക്തി വർദ്ധിപ്പിക്കുകയും പ്രവാചകനോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ജാതിവാക്കുകൾ. അവരാദ്യം ചെയ്തത് ലോകത്ത് ഒരു പള്ളി ഉണ്ടാക്കി. ഒന്ന് മനസ്സിലാക്കുക, മസ്ജിദുൽ ഖുബക്ക് ശേഷം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് ശേഷം ഒരു പള്ളി ആദ്യമായി പണിയുന്നത് ജൂതന്മാരാകുന്നു, മുനാഫിക്കുകളാകുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 107-ാമത്തെ ആയത്ത്. വല്ലദീന ഇത്തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു. ജൂതന്മാരുണ്ടാക്കിയിട്ടുള്ള, മുനാഫിക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയെക്കുറിച്ച് ഖുർആൻ നൽകിയ സൂചന ഇതാണ്. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത്, അതായത് ഹിജ്റ 10-ാം വർഷത്തിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ പോലെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള സംഗതിയാണല്ലോ. ഞങ്ങൾക്ക് പലപ്പോഴും താങ്കളുടെ പള്ളിയിൽ ജമാഅത്തിന് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു. മദീനയിലെ മസ്ജിദുൽ ഖുബയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് ദൂരെയായിട്ട് ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അവിടെ നിസ്കാരം ജമാഅത്ത് നടത്താമല്ലോ. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് അവിടെ ഒന്ന് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബ് അറിയാത്ത പ്രവാചകനാണ്. ഒരാളുടെ മനസ്സിലുള്ളത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞിൻ നിങ്ങളുടെ കൽബകമെന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു വാദം നബിക്കില്ല. ഗൈബ് അറിയാത്ത പ്രവാചകൻ ഈ ആളുകളുടെ വാക്ക് വിശ്വസിച്ച് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് തബൂക്ക് യുദ്ധത്തിന്റെ ശേഷം വന്നിട്ട് നമുക്ക് അവിടെ നിസ്കരിക്കാം. ഈ സമയത്താണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. വല്ലദീന ഇത്തഖദു മസ്ജിദൻ ളിറാറൻ, കുഴപ്പത്തിന്റെ, ഉപദ്രവത്തിന്റെ പള്ളി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കിടയിൽ ഭിന്നതയും അതുപോലെ തന്നെ കുഫറുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾക്കുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ആ പള്ളി അവിടെ അവർ പണിയുന്നത്. അതുകൊണ്ട് തന്നെ നീ ലാ തകും ഫീഹി അബദൻ, ആ പള്ളിയിൽ പോയിട്ട് നീ ഒരിക്കലും നമസ്കരിക്കാൻ പാടില്ല. ഞാൻ സൂചിപ്പിച്ചത്
ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ആദ്യം തുടങ്ങിയത് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടായിരുന്നു, ഒരു കുഴപ്പത്തിന്റെ പള്ളി ഉണ്ടാക്കിയിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയത് കൊണ്ട് ആ പള്ളി അള്ളാഹുവിന്റെ റസൂൽ പൊളിച്ചു മാറ്റി. ഇതിന്റെ ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ ചില്ലറ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങൾ മുസ്ലിം ലോകത്ത് വിജയം കണ്ടില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമേറ്റെടുത്ത ഉടനെ നടത്തുന്ന ഒരു പ്രസ്താവനയുടെ ഒരു പ്രഖ്യാപനം, അദ്ദേഹം മിമ്പറിൽ കയറി നിന്ന് ആദ്യം പറയുന്ന ഒരു പ്രഖ്യാപനം, മദീനയിൽ താമസിക്കുന്ന മുതിർന്ന ഒരൊറ്റ സഹാബിയും മദീന വിട്ട് ഒരു സ്ഥലത്തേക്കും താമസം മാറ്റാൻ പാടില്ല. ഇത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തിട്ട് ആദ്യം നടത്തിയ പ്രഖ്യാപനമാണ്. മദീനയിൽ നിന്ന് കിബാറു സഹാബത്ത് ആരും തന്നെ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഏതേത് പുതിയ വിഷയങ്ങൾ ഉണ്ടായാലും മദീനയിൽ ഇജ്മാ ഉണ്ടാകും. സഹാബത്തിന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശൂറ നടത്തിയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ അതിന് പരിഹാരം കാണും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ ഇസ്ലാമിക ലോകം വല്ലാതെ വികസിച്ചു. പേർഷ്യയിലും റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളിലും എല്ലായിടത്തും ഇസ്ലാമിക സമൂഹമെത്തി, ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വന്നു. അത് ഈ സമയത്ത് പല സഹാബികളും പല സ്ഥലങ്ങളിലും പോയി താമസിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ, ജൂതനായ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു സബഅ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടുത്ത ഇസ്ലാമിക വിരോധിയായ ഈ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പ്രഖ്യാപിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വല്ലാത്ത ഭക്തനായിട്ട് ആളുകൾക്കിടയിൽ അഭിനയിക്കുകയും ചെയ്തു. എത്രത്തോളം എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ ഈ മനുഷ്യൻ കരയുമായിരുന്നു അത്രേ. അത്ര ഭക്തി കാണിച്ചുകൊണ്ട്, പ്രവാചക സ്നേഹം കാണിച്ചുകൊണ്ട് ആണ് ഈ മനുഷ്യൻ രംഗത്ത് വന്നത്. എന്നിട്ട് ഈജിപ്തിലും അതുപോലെ തന്നെ സിറിയയിലും യമനിലും ഒക്കെയുള്ള ഭാഗത്ത് ഈ മനുഷ്യൻ കേന്ദ്രീകരിച്ചു. സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പുതിയ നബിവചനങ്ങൾ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഇസ്ലാമിക സമൂഹത്തിലെ ഭിന്നതക്ക് തുടക്കം കുറിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഹദീസുകൾ, പുതിയ വ്യാജ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ചില ഹദീസുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ നല്ല മനുഷ്യനാണ്, ഇസ്ലാമിന് വേണ്ടി സേവനം നടത്തിയ ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാനും ഒക്കെ വളരെ നല്ല മനുഷ്യരാണ്. പക്ഷേ എന്നാലും ഖലീഫയാകേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ താലിബാണ് കേട്ടോ. ഒന്നുമില്ല, ഖലീഫയാകേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ താലിബാണ്. ഇവര് ഖലീഫയായത് ശരിയായില്ല. ഇതാണ് തുടക്കം. അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായിട്ടോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായിട്ടോ ഒരു വാക്കുമില്ല. മറിച്ച് ഖലീഫയാകേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. കാരണം എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാകുന്നു, അലി അതിലേക്കുള്ള വാതിലാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി പറഞ്ഞതല്ല, ഇദ്ദേഹം കെട്ടിയുണ്ടാക്കിയതാണ്. ലികുല്ലി നബിയ്യിൻ വസിയ്യുൻ വ വസിയ്യി അലി ഇബ്നു അബീ താലിബ്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു വസിയുണ്ട്, ഒരു പിൻഗാമിയെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ വസിയ്യ് അത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചു. ഇത് മാത്രമല്ല, നബി കുടുംബത്തിന്റെ മഹത്വത്തെ കുറിച്ച്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച്, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഇവരെ കുറിച്ചൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോ തന്നെ അലി ഇബ്നു അബീ താലിബിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ കുറിച്ചും ഇല്ലാത്ത മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി. എത്രയെന്നറിയോ? അവസാനം പറഞ്ഞു വന്നപ്പോ അലി സത്യത്തിൽ മനുഷ്യനല്ല കേട്ടോ. അലി മനുഷ്യനല്ല, അലി ശരിക്ക് പടച്ചവന്റെ അവതാരം തന്നെയാണ്. അലി അള്ളാന്റെ അവതാരം തന്നെയാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹു അത് പറയില്ല കേട്ടോ. ഇതെവിടെയാ പ്രചരിപ്പിക്കുന്ന അറിയോ? ഈജിപ്തില്, സിറിയയില്, യമനില്, മദീനയിൽ നിന്ന് വിദൂരമായ പ്രദേശങ്ങളിലുള്ള പുതിയ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. അവസാനം
അലി ഇബ്നു അബീ താലിബിനോട് വന്ന് ചോദിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ മുഴുകിയിട്ടുള്ള ചില മനുഷ്യന്മാർ വന്നിട്ട് അലിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹമല്ലേ? അലി ചോദിച്ചു, ആര്? പടച്ചോൻ. നിങ്ങൾ പടച്ചോനല്ലേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചൂടായി ദേഷ്യം പിടിച്ച് ചുവന്നിട്ട് അവരോട് പറയുന്നത്, കത്തിച്ചു കളയും സകലത്തിനെയും ഞാൻ. അപ്പോ ഉറപ്പിച്ചു, നിങ്ങൾ തന്നെയാണ് അദ്ദേഹം. കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നത് പടച്ചോൻ മാത്രമാണ്. അപ്പോ നിങ്ങൾ ഈ ആളുകൾ അബ്ദുല്ലാഹിബ്നു സബായിനോട് ചെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാണ് അലി പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ മറുപടിയാണ്. അപ്പൊ തീ കൊണ്ട് കത്തിക്കുന്നു പറഞ്ഞല്ലോ, ഇപ്പൊ ഉറപ്പായി അലി ആരാണ്? പടച്ചോനാണ്. ഇത് ആരാണ് പ്രചരിപ്പിച്ചെന്നറിയോ? ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിങ്ങളാണ് എന്ന് അഭിനയിച്ചിട്ടുള്ള അമിതമായ ഭക്തിയുള്ള വളരെ ഭക്തന്മാരായി അഭിനയിച്ചിട്ടുള്ള ആളുകൾ, ഇവരാണ് ഇത് പ്രചരിപ്പിച്ച. അവസാനം ഇത് എവിടെ എത്തിയെന്നറിയോ? മുസ്ലിങ്ങൾക്ക് തമ്മിൽ അടുക്കാൻ കഴിയാത്ത തരത്തിൽ ഭിന്നതയുണ്ടാക്കി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരായിട്ട് ഈജിപ്തിൽ നിന്നൊരു വലിയ സംഘത്തെ അയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുഴപ്പം, അദ്ദേഹം ഖിലാഫത്തിൽ നിന്ന് രാജിവെക്കണം, അദ്ദേഹം നബി കുടുംബത്തെ ആദരിക്കുന്നില്ല, അദ്ദേഹത്തിന് കുറെ പോരായ്മകളുണ്ട്. ഈ ആളുകൾ എത്തിയപ്പോ എന്തറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച മിമ്പറിൽ കയറി നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, ഭിന്നിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സ് മുഴുവൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടൊരു പ്രസംഗം നടത്തി. വല്ല തെറ്റും എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോർത്ത് ഞാനിതാ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു, മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം നടത്തി. അപ്പൊ ഈ ദുഷ്പ്രചരണത്തിൽ വശംവദരായിട്ടുള്ള കുറെ മനുഷ്യന്മാരുടെ മനസ്സ് മാറിയപ്പോ ഇവര് ചെയ്ത പണി എന്തെന്നറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആളെ പിടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുവായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ വിപ്ലവകാരികളായ ആളുകള്, ഈജിപ്തിൽ നിന്ന് വന്ന ആളുകളോട് ക്രൂരമായി സംസാരിക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായില അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ അവരുമായി സംസാരിക്കരുത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പരമാവധി ശ്രമിച്ച് ഈ ആളുകളെ അടക്കി നിർത്തിയതാണ്. അവിടെ നിന്നാണ് വീണ്ടും ഈ മനുഷ്യൻ കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി തോണ്ടിക്കൊണ്ടിരുന്നു. വീണ്ടും വിപ്ലവകാരികൾ ഇതായി. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് കൊടുത്തു. മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഈ വിപ്ലവകാരികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഈജിപ്തിലെ ഗവർണറാക്കാം എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചയച്ചു. പക്ഷേ നാം മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്രമാത്രം ആസൂത്രിതമായിരുന്നു എന്നത്. കുറെ അങ്ങോട്ട് എത്തിയപ്പോ ഒരു കറുത്ത കുറിയ മനുഷ്യൻ, അയാൾ ഇങ്ങനെ പതുങ്ങി കളിക്കുന്നുണ്ട്. ഈ ആളുകൾ വിപ്ലവകാരികൾ അദ്ദേഹത്തെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നൊക്കെ ഇയാളുടെ കയ്യിൽ ഒരു കത്ത്. എന്താ കത്തിലുള്ളത്? ഈജിപ്തിലെ ഗവർണർക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുതുന്ന കത്താണ്. മുഹമ്മദ് ബിൻ അബൂബക്കറും സംഘവും അവിടെ എത്തിയാൽ ഇവരെ കൊന്ന് കുരിശിൽ തറക്കണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സീരി വെച്ചിട്ടുള്ള കത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ. ഇവര് ആകെ കുഴപ്പത്തിൽ ഇളകി മറിഞ്ഞു. വേറൊരു കത്ത് കൂടി. എന്താ കത്തെന്നറിയോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് വേറൊരാളുടെ അടുക്കൽ നിന്ന് പിടിക്കപ്പെടുന്നു. എന്താ അത്? നിങ്ങൾ ഉടനെ മദീനയിലേക്ക് തിരിച്ചു വരണം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ താലിബിന്റെ കത്തും. തിരിച്ചു വന്നു വിപ്ലവകാരികൾ, തിരിച്ച് മദീനയിലേക്ക് തിരിച്ചു വന്ന് വമ്പിച്ച ബഹളം വെച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഞാൻ അങ്ങനെ ഒരു കത്തറിയില്ല. ഇവർ അലി ഇബ്നു അബീ താലിബിനെ കൂട്ടാൻ പോയി. നിങ്ങൾ ഉസ്മാനെതിരായിട്ട് വിപ്ലവത്തിന് വരണം, ഞങ്ങൾ അതിന് വന്നതാണ് പറഞ്ഞു. ഞാൻ വരില്ല, നിങ്ങളുടെ ലക്ഷ്യം ദുഷിച്ച ലക്ഷ്യമാണ്, ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോ അവർ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് കത്ത് കൊടുത്തയച്ചത്? ഞങ്ങളോട് വരാൻ വേണ്ടി കത്ത് കൊടുത്തയച്ചെന്തിനാ? അലി ഇബ്നു അബീ താലിബ് ചോദിച്ചു, എന്ത് കത്ത്? ഞാൻ അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെയാണ് ഭിന്നതക്ക് തുടക്കം കുറിച്ചത്, ചതിയിലൂടെ, വഞ്ചനയിലൂടെ. നമ്മൾ കേട്ട ഒരു യുദ്ധമുണ്ട്, ജമൽ യുദ്ധം. എന്താ ജമൽ യുദ്ധം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും യുദ്ധം നടത്തി. ആയിഷ ബീവി ഒട്ടകപ്പുറത്ത് കയറി നിന്നിട്ട് അലി ഇബ്നു അബീ താലിബിനെതിരെ യുദ്ധം നടത്തി. നമ്മളൊക്കെ വായിച്ച ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ തന്നെയുള്ള സംഭവ. നിങ്ങൾ ആലോചിച്ചു, എന്തായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം?
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് മദീനയിൽ ആകെ അരാജകത്വം. അലി ബിൻ അബി താലിബിനെ വിപ്ലവകാരികൾ പിടിച്ചുകൊണ്ടുപോയി ഖലീഫയാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹും കൂടിയാലോചിച്ചു എന്ത് ചെയ്യണം. മദീനയിൽ പോയി. മദീനയിൽ മക്കയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജിന്റെ ഇടയിലാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരോട് സംസാരിച്ചു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇവരെയും കൂട്ടിയിട്ട് കൂഫയിലേക്ക് പോയി. എന്തിനല്ല, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുവാൻ, സമാധാനം നിലനിർത്താൻ അലിയുമായിട്ട് സംസാരിച്ചു. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കുഴപ്പം അവസാനിക്കുമായിരുന്നു. പക്ഷേ അവിടെയും മുസ്ലിങ്ങളെ ഒന്നിക്കാൻ വിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ടെന്റ് ആക്രമിച്ചു. ആര്? അലി ബിൻ അബി താലിബിന്റെ സംഘത്തിലുള്ള ആളുകൾ പറയുന്നു ഞങ്ങൾ ആരുമല്ല. തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവർ പറയുന്നു ഞങ്ങൾ ആരുമല്ല. മറിച്ച് ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കാൻ പാടില്ല. ഈ ഭിന്നത നിലനിൽക്കണം. ഈ ഭിന്നതയാണ് പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ലോകത്ത് നിലവിൽ വരുന്നത്. അതാണ് ഷിയാക്കൾ. ഷിയായിസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അബ്ദുല്ലാഹിബ്നു സബഇന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാലത്തും ഐക്യമുണ്ടാകാൻ പാടില്ല എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു സബഇന്റെ മനസ്സിൽ നിന്ന് ഉദിച്ച അദ്ദേഹമാണ് ലോകത്ത് കാണുന്ന ഒരുപാട് ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ആയിരക്കണക്കിന് ഹദീസുകൾ ഇദ്ദേഹവും അനുയായികളുമാണ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. ഈ സംഘം നമുക്ക് അറിയാം, ലോകത്ത് ഉടനീളം ഒരു കാലത്തും മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലെത്തി. എന്നിട്ട് പിന്നീട് എന്തുണ്ടായി? പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ 4ഓളം ചിന്താധാരകൾ പുതിയത് ഉണ്ടാക്കിയെടുത്തു. ഒന്ന്, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പുതിയ പുതിയ ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് ഇസ്ലാമിലും മുസ്ലിങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ, പുതിയ പുതിയ വിശ്വാസങ്ങൾ വിശുദ്ധ ഖുർആനിനോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യക്കോ നിരക്കാത്ത പുതിയ പുതിയ ചിന്താഗതികൾ ഇങ്ങനെ കടത്തിക്കൂട്ടി. വേറൊരു ഭാഗത്ത് ബുദ്ധിയുടെ ആളുകളായിട്ട് കുറെ ആളുകൾ രംഗത്ത് വന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അംഗീകരിക്കാൻ പറ്റുകയില്ല, മറിച്ച് തങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചുകൊണ്ട് മതത്തെ വ്യാഖ്യാനിക്കണം. ഇത് പറഞ്ഞിട്ട് ഇസ്ലാമിലെ കർമാനുഷ്ഠാനങ്ങളെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു കൂട്ടർ വേറൊരു ഭാഗത്ത് രംഗത്ത് വന്നു. വേറൊരു ഭാഗത്ത് അമിത ഭക്തി, ഭയങ്കര ഭക്തന്മാരാണ്. എന്താ ഭക്തി? ഭൗതികമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല, ഭൗതികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തി. നമുക്കറിയാം ഇതെപ്പോഴാണ് ഉണ്ടാന്നറിയാം. അബ്ബാസിയ ഭരണകാലഘട്ടമായപ്പോ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രലോകത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വമ്പിച്ച പുരോഗതിയിൽ മുസ്ലിം ലോകമെത്തിയപ്പോ ആ മുസ്ലിങ്ങളിലേക്ക് കടത്തിക്കൂട്ടിയതാണ് എന്ത്? കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലെ തർക്കങ്ങൾ കടത്തിക്കൂട്ടി. എന്നിട്ട് ഭൗതികമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തുക. ഇതുകൊണ്ട് എന്താ മെച്ചം? മുസ്ലിം ലോകം ലോകത്ത് ഏറ്റവും അധകൃതരായിട്ട് മാറണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വേറൊന്ന് അതിതീവ്രമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തിനേക്കാളും അപ്പുറത്ത് തീവ്രതയുടെ ശൈലി എടുക്കുന്ന ആളുകളാക്കിയിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ 3-4 ധാരകളാക്കിയിട്ട് മുസ്ലിങ്ങൾ മാറുന്നത് അബ്ദുല്ലാഹിബ്നു സബഇന്റെ ചിന്തയിൽ നിന്ന് ഉദിച്ച ഈ ഭിന്നതയുടെ തത്വശാസ്ത്രം. അതാണ് പിന്നീട് മുസ്ലിങ്ങൾ പല കക്ഷികളായിട്ട് ചേരിതിരിയുന്നത്. ഈ കക്ഷികളിൽ പലതും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസം തന്നെ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളായിട്ട്. ഡൽഹിയിൽ പോയാല് ബഹായി പള്ളി കാണാം, മുസ്ലിങ്ങളാണ്. ഒരു കാലത്തെ മുസ്ലിങ്ങളായിരുന്നു. നിങ്ങൾ ആ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ നിസ്കാരം നോമ്പോന്നല്ല, ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുന്ന ഒരു ആരാധനയുള്ള ഒരു വിഭാഗം ഒരു കാലത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഭിന്നിച്ചു പോയ ആളുകളാണ്. ഇങ്ങനെ വിവിധ കക്ഷികളായിട്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും യോജിക്കാത്ത ചിന്താധാരയിലേക്ക് എത്തിച്ചു. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. സൂഫിസമാണെങ്കിലും തരീഖത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചിന്താധാരകൾ ഒക്കെയും ഇതൊക്കെയും കടത്തിക്കൊണ്ടുവന്നത് മുസ്ലിങ്ങളല്ല എന്നും ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ശക്തികളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുക. വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ഒരു സംഘടനയിലും ചേരണ്ട. നിങ്ങൾ ഇന്ന സംഘടനയിൽ, ഞാൻ ഇന്ന സംഘടനയിൽ ചേർന്ന അതൊന്നും
പടച്ചോന്റെ അടുക്കൽ നാളെ പരലോകത്തെത്തിയിട്ട് ഇന്ന സംഘടനയിലെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, യഥാർത്ഥ മുസ്ലിങ്ങളായില്ലെങ്കിൽ തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത് റസൂലിഹി. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു. അത് അള്ളാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ തീർച്ചയായും പിഴച്ചു പോവുകയില്ല. ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായിട്ട് മാറാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും എന്നത് നമ്മൾ ഓർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على نبينا محمد وعلى آله وصحبه أجمعين أيها الناس أوصيكم ثانيا بتقوى الله. മാന്യ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്നും ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്ത് സമാധാനം നിലനിർത്തുവാൻ, ശാന്തി നിലനിർത്തുവാൻ ഏറ്റവും പരിശ്രമിക്കേണ്ട ആളുകൾ അത് മുസ്ലിങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് അപകടകരമായ പ്രവണത വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. മതത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം വാളോങ്ങുന്നൊരു അവസ്ഥയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് ഉള്ളത്. പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ എന്തുമാകാം, മതത്തിൽ അത് പറ്റില്ല, അങ്ങനൊരു തിയറി മുസ്ലിമിന് ഇല്ല. ഞാൻ രാഷ്ട്രീയത്തിലാണെങ്കിലും, ഞാൻ കച്ചവടത്തിലാണെങ്കിലും, ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലാണെങ്കിലും ഞാൻ അവിടെയൊക്കെയും മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ സമാധാനവും ശാന്തിയും നിലനിർത്തുവാൻ ഏത് രംഗത്തും വൈകാരികമായ പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് ശാന്തമായ സമാധാനത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ അതിന് മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രമങ്ങൾ സജീവമായി നടക്കണം. അത് വർത്തമാനകാലത്ത് അനിവാര്യമാണ് എന്നത് നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ, നമ്മളിൽ പലരും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് തലചായ്ക്കാൻ ഒരു വീടുണ്ട്. ഈ കടുത്ത വെയിലിൽ അല്ലെങ്കിൽ മരം കോച്ചുന്ന തണുപ്പത്ത്, കുത്തിയൊഴുകുന്ന മഴയത്ത് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്, നമ്മുടെ വീട്ടിൽ താമസിക്കാം. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത, ഒരു കൂരയില്ലാത്ത മനുഷ്യർ. നമുക്ക് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട്, ഇത് കേട്ടിട്ട് സുഖലോലുപരായി കഴിഞ്ഞുകൂടിയിട്ട് നിസ്കരിച്ചതുകൊണ്ടും ഖിറാത്ത് നടത്തിയതുകൊണ്ടും മാത്രം സ്വർഗത്തിൽ പോകുമെന്ന്? കഴിയാവുന്ന ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ കൂരയില്ലാത്ത പാവങ്ങൾക്ക് കൂര വെച്ചു കൊടുക്കാൻ, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവിടെ കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും ഈ രംഗത്ത് സജീവമായി രംഗത്തുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇന്ന് പുറത്തൊരു കലക്ഷൻ നടക്കുന്നുണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. കൂരയില്ലാത്ത പാവങ്ങൾക്ക്, വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കലക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പരമാവധി ആളുകളൊക്കെ അതുമായിട്ട് സഹകരിക്കുക. ഒരു വീടെടുത്തു കൊടുക്കാൻ 5 ലക്ഷം രൂപ ഉണ്ടായാൽ വീടെടുത്തു കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. ഇവിടെ മുന്നിൽ കാണുന്ന ബുക്ക് സ്റ്റാളുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ വിശദീകരണം അവർ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ, ഒരു വീടിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കാൻ കഴിയും, ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനൊന്നും കഴിയാത്ത ആളുകൾ കഴിയാവുന്ന ഒരു സഹായം ആ ഫണ്ടിലേക്ക് നൽകുക. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനായ നാഥൻ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ഇസ്ലാമിക ആദർശത്തെ മുറുകെ പിടിക്കുന്ന മുത്തക്കീങ്ങളിൽ റഹ്മാനായ നാഥ ഞങ്ങളിനി ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ പോറ്റി വളർത്തുന്നതിനിടയിൽ നിന്നോടുള്ള പല ബാധ്യതകളും ആ പാവങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. നാഥ, അവരോട് കാരുണ്യം കാണിക്കണമേ തമ്പുരാനെ.
അല്ലാഹുവേ അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ സമാധാനം സംജാതമാക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, കടുത്ത വരൾച്ചയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ അനുഗ്രഹത്തിന്റെ മഴ നീ വർഷിച്ചു തരണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, എല്ലാവിധ മാരകമായ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഹോസ്പിറ്റൽ ട്യൂമറായിട്ട് വളരെ സീരിയസ് ആയിട്ടാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കൊടുക്കുന്ന ചികിത്സകൾ ഫലപ്രദമാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.